പ്രിയപ്പെട്ട സാക് സഫാരിയുടെ പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന ശ്മശാനത്തിലാണ്. ഇവിടേക്കാണ് അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്ത മലയാളികളുടെ എല്ലാ ഭാഷയെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും, മലയാളികൾ മാത്രമല്ല ലോകത്ത് സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കുടിയേറിയ MT എന്ന രണ്ടക്ഷരം, ശ്രീ MT വാസുദേവൻ നായരുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത്. ഇവിടെ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇതായി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, മരണാനന്തരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. വിലാപയാത്ര വേണ്ട, പൊതുദർശനം വേണ്ട, അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ ശാന്തമായി കടന്നുപോയ, നളയുടെ തീരത്ത് ജനിച്ച് കോഴിക്കോട് അറബിക്കടലിന്റെ തീരത്ത് കോഴിക്കോടെത്തി അവിടെ അക്ഷരങ്ങളുടെ ആഴക്കടൽ തീർത്ത പ്രിയപ്പെട്ട MT നമ്മുടെ കോഴിക്കോടിന്റെ സാംസ്കാരിക അടയാളമാണ് ഇനി ഓർമ്മയായി മാറുന്നത്. കോഴിക്കോട്ടെ സ്മൃതിപഥം എന്ന ശ്മശാനത്തിലേക്ക് ഇതാ പ്രിയപ്പെട്ട MTയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നലെ രാത്രി മുതൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊട്ട് കൊട്ടാരം റോഡിലെ സിത്താര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വീട് വരെ ആയിരങ്ങൾ, അത് പിന്നീട് മാവൂർ റോഡ് ശ്മശാനത്തിലേക്കും ആളുകളുടെ ഒഴുക്കായി മാറുകയായിരുന്നു. അവസാന നിമിഷം വരെ പ്രിയപ്പെട്ട MTയുടെ ചാരത്തൊന്നും നിൽക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്തു. ഒരുപക്ഷെ സാധാരണക്കാരനെ പോലും സാഹിത്യത്തിന്റെ വഴിയിലൂടെ നടത്തിയ മഹാനായ എഴുത്തുകാരൻ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ MTയുടെ ഈയൊരു യാത്ര പറച്ചിലോടുകൂടി വലിയൊരു ശൂന്യതയാണ് കോഴിക്കോടിന് വന്നു ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറും വൈക്കത്ത് ജനിച്ച് കോഴിക്കോടിന്റെ മകനായി മാറിയവനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, തിക്കുടിയൻ, അങ്ങനെ എത്രയോ മഹാരഥന്മാരായ കലാകാരന്മാർ ജീവിച്ചു മരിച്ചുപോയൊരിടമാണ് KT മുഹമ്മദ് അടക്കമുള്ളവർ. ഏറ്റവും ഒടുവിൽ അപ്രഭാളികളിൽ അഭിനയത്തിന്റെ ചാരുത കാണിച്ചു കൊടുത്ത അപ്പുവട്ടനും അതുപോലെ പ്രിയപ്പെട്ട മാമുക്കോയമൊക്കെ തന്നെ അരങ്ങൊഴിഞ്ഞപ്പോൾ ഇനി കോഴിക്കോടിന്റെ സാംസ്കാരിക അവശേഷിപ്പ് എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇതാ മലയാളത്തിന്റെ പ്രിയപ്പെട്ട MT കൂടി വിടവാങ്ങുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ്. കോഴിക്കോട് ഒരു സാഹിത്യ പൈതൃക നഗരമായി തിരഞ്ഞെടുത്ത ഈ ഒരു സന്തോഷവേളയിലാണ് പ്രിയപ്പെട്ട MT യാത്ര പറയുന്നത് എന്നുള്ളത് ഉള്ളിൽ തൊല്ലൊന്നുമല്ല, വിഷമം. ക്യാമറ കണ്ണുകളും ആയിരക്കണക്കിന് ജനങ്ങളും അവരുടെ ഹൃദയത്തിലേക്ക് MTയെ ആവാഹിക്കാൻ എത്തുകയാണ്. അന്ത്യകർമ്മങ്ങൾക്കായിട്ട് പ്രിയപ്പെട്ടവർ MTയുടെ മൃതദേഹവുമായി ഈ ഒരു ശ്മശാനമെന്ന് ഞാൻ ഇവിടെ വിശേഷിപ്പിക്കില്ല, അത്രയും മനോഹരമായൊരിടം, അന്ത്യയാത്രക്കൊരുങ്ങുന്നവർക്ക് ഒരു മനോഹരമായ ഇടം തന്നെയാണ് കോഴിക്കോട് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾ, അതിൽ പ്രശസ്തരുണ്ട്, പ്രശസ്തരല്ലാത്തവരുണ്ട്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഒട്ടനവധി പ്രഗത്ഭർ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മന്ത്രി റിയാസ്ക MTയുടെ ചാരത്ത് തന്നെയുണ്ട്, MP രാജേഷ് അടക്കമുള്ളവർ, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂടത്തിലും ഷാഫി പറമ്പിലും മുൻമന്ത്രി അനിൽകുമാർ അടക്കമുള്ള ആളുകൾ, ലാൽ ജോസ്, ബെന്യാമിൻ, വിനോദ് കോപൂർ അടക്കം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ നിരവധി പേർ MTയെ അവസാനമായി യാത്രയേക്കാൻ മാവൂർ റോഡിലെ സ്മൃതിപഥത്തിലെത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സർക്കാരിന്റെ ആദരക സൂചകമായിട്ടുള്ള യാത്രാമൊഴിയാണ്. അതിനുവേണ്ടി അവർ പോലീസ് സേന തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന വ്യൂകളും മേകി ദുഃഖത്തിന്റെ അലിയൊലിയോലെയുള്ള വെടിയൊച്ചയും കേട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് MT പോയാലും അക്ഷരങ്ങളിൽ തീർത്തിട്ട MTയുടെ ആ ഒരു സാമ്രാജ്യമുണ്ട്. വാക്കുകൾ കൊണ്ട് വർണ്ണന തീർത്ത, ഒരിക്കലും മായാത്ത മഷി കൊണ്ട് എഴുതിയ മനോഹരമായ വാക്കുകൾ കൊണ്ട് പൂങ്കാവനം തീർത്ത് ദൂരെ എവിടെയോ മാനുപോയ ഒരു പക്ഷി മാത്രമാകും MT. പക്ഷേ ഹൃദയത്തിന്റെ കൂട്ടിലെന്നും ആ പക്ഷി ഉണ്ടാകും.
ഒരു ക്രിസ്മസ് രാവിൽ എങ്ങോ അകന്നുപോയ ആ പക്ഷിയുടെ മനോഹരമായ നാദങ്ങൾ ഇനിയും ഇനിയും ഒരുപാട് കാലം നമുക്ക് അനുഭവിക്കാൻ തന്നിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട എം ടി യാത്രയാകുന്നത് എന്നുള്ളത്. എം ടി മരിച്ചാലും അക്ഷരങ്ങളിൽ അദ്ദേഹം തീർത്തിട്ടുള്ള മനോഹരമായ വാക്യങ്ങളും മനസ്സുള്ളിടത്തോളം കാലം എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും. മലയാള സിനിമയിലേക്കുള്ള എം ടിയുടെ ചൂടമാറ്റവും അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയ്ക്ക് ഒട്ടും കോട്ടം സംഭവിക്കാതെ എങ്ങനെയാണോ സാഹിത്യത്തെ കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ സിനിമയും കൈകാര്യം ചെയ്തത് കൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേക്കും എം ടി പെട്ടെന്ന് തന്നെ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. വിമർശനങ്ങൾക്കും അപ്പുറത്ത് തൂലികയെ ശക്തമായ പടവാളാക്കി മാറ്റുന്ന ഒരു ഭാരമായ കഴിവ് തന്നെ എം ടിക്കുണ്ടായിരുന്നു. അത് എം ടിയുടെ പല ചിത്രങ്ങളിലും കാണാം. സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയക്ക് സാഹിത്യം എന്ന് പറയുന്ന മനോഹരമായ ഒരു ക്യാൻവാസ് കൂടി കൂട്ടിച്ചേർത്ത് സിനിമയെ അതിൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എം ടിയുടെ ഓരോ സിനിമകൾ. അതിലെ കഥാപാത്രങ്ങളാവാൻ മത്സരിച്ച നടന്മാരുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തന്നെ അഭിനയം അതിൻ്റെ മർമ്മം കണ്ട് അഭിനയിച്ചത് ചിലപ്പോൾ എം ടിയുടെ പടങ്ങളിലൊക്കെ. എം ടി ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എല്ലാം മലയാളിക്ക് മനഃപ്പാടമാണ്. അത്രയും മലയാളിയുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു വലിയ സാംസ്കാരിക നായകൻ തന്നെയായിരുന്നു. കോഴിക്കോട് എന്ന് പറയുന്ന ഈ ഒരു മണ്ണ് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മണ്ണാണ്. ആ മണ്ണിലേക്ക് അതിഥിയായി എത്തിയ എം ടി പിന്നെ ഈ നഗരത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായി. കൊട്ടാന റോഡിലെ വസതിയിലേക്ക് അദ്ദേഹത്തെ കാണാൻ പ്രമുഖരുടെ ഒഴുക്കുണ്ടായിരുന്നു. ഇനി അതും ശൂന്യമായി. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക അടയാളമാണ് ഇന്ന് യാത്ര പറയുന്നത്. കാഴ്ചകൾ ഒപ്പിയെടുക്കുമ്പോഴും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. എം ടിക്ക് പകരം ആര് എന്ന ചോദ്യം അതിനൊരിക്കലും ഉത്തരം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കാരണം എം ടിക്ക് തുല്യം എം ടി മാത്രമായിരുന്നു. ഇതാ ഏറ്റവും ഒടുവിലായി അന്ത്യകർമ്മങ്ങൾക്കായി പ്രിയപ്പെട്ടവർ നാമജപങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് എം ടിയെ ഈയൊരു ശ്മശാനത്തിൻ്റെ ചിതയിലേക്ക് യാത്രയാക്കുകയാണ്. ചിന്തക്ക് തീപിടിപ്പിക്കുന്ന വാക്യങ്ങൾ രചിച്ച് ഒടുവിൽ ചിതയെ പുൽകാൻ പ്രിയപ്പെട്ട എം ടി യാത്രയാകുമ്പോൾ കരയുന്നത് കോഴിക്കോട് മാത്രമല്ല, ലോകം മൊത്തമാണ്. പക്ഷേ പ്രിയപ്പെട്ട എം ടി അങ്ങൊരിക്കലും മരിക്കില്ല. പ്രിയപ്പെട്ട എം ടി അങ്ങൊരിക്കലും മരിക്കില്ല. അങ്ങുതീർത്ത വാക്കിൻ്റെ ആ മഹാസാഗരം ഇവിടെ അനശ്വരമായി നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്നെ എം ടി എന്ന രണ്ടക്ഷരം ജ്വലിച്ചു തന്നെ നിൽക്കും. പ്രിയപ്പെട്ട എം ടിക്ക് സാക് സഫാരിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അറിയാതെ കണ്ടമിടറുന്നുണ്ട്. ഇനി കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ എം ടി എന്ന പേരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ, അതുപോലെ കോഴിക്കോടിന് സാംസ്കാരിക മഹിമക്ക് കൂട്ടായി നിന്ന എത്രയോ പേരിങ്ങനെ യാത്ര പറയുകയാണ്. ഇനി ആര്? കോഴിക്കോടിൻ്റെ ആ സാംസ്കാരിക പൈതൃകത്തിന് എന്നും തിളക്കമാർന്ന അധ്യായം എഴുതി ചേർത്ത് തന്നെയാണ് പ്രിയപ്പെട്ട എം ടി യാത്രയാവുന്നത്.